ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ മോനെയും ഗൗരിമോളെയും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിൽ ഗൗതമും അതുപോലെ തന്നെ ഗൗതമിന്റെ ടീം പോലീസുകാരൊക്കെ കൂടി ചേർന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ സുരക്ഷിതമായി അവരെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ദിവരം തറവാട്ടിൽ അടുത്തയാള് വന്നിരിക്കുന്നത്. അവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാനാണ് നമ്മുടെ പവിത്രയുടെ അച്ഛൻ. പവിത്രയുടെ അച്ഛൻ പണ്ടു മുതലേ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂതറ മനുഷ്യനാണ് കേട്ടോ. അതായത് എന്താ പറയുക, നമ്മുടെ പവിത്രയുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. കുടിച്ചു കൂത്താടി നടക്കുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അരുന്ധതിക്ക് ഈ പവിത്രയുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം കൂടുന്നത് ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇനിയിപ്പം ബന്ധം കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മോഹിനിയും അതുപോലെ തന്നെ മോഹിനിയുടെ ഭർത്താവും ഒക്കെ ചേർന്ന് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ വിളിച്ചു വരുത്തിയത് വേറെ ഒന്നിനുമല്ല, വിളിച്ചു വരുത്തിയിരിക്കുന്നത് പവിത്രേനെ കാണാനും പവിത്രയ്ക്ക് കുറച്ച് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സന്തോഷമൊക്കെ കൊടുക്കാലോ. പ്രഗ്നന്റ് ആണല്ലോ, പ്രഗ്നന്റ് അല്ല എങ്കിലും പ്രഗ്നന്റ് ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ വേണമല്ലോ ഇതിനിടയിൽ. അതുകൊണ്ട് പ്രഗ്നന്റ് ആയ ഒരു ലേഡി അല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മുടെ മോഹിനിയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ മോഹിനിയും മോഹിനിയുടെ ഭർത്താവും പവിത്രയുടെ അച്ഛനും കൂടി ചേർന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്ദിവരം തറവാട്ടിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ അവസാന സീന് നിങ്ങൾ കണ്ടതായിരിക്കാം. നമ്മുടെ പവിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ ആരോടും അല്ല സംസാരിക്കാനുള്ളത്, എനിക്ക് അരുണിന്റെ അച്ഛനോടും അമ്മയോടും കുറച്ച് കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ അച്ഛനോടും അമ്മയോടും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്, അതും നിങ്ങളോടും മാത്രമായിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നേരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വേറെ ആരും ഇവരുടെ പുറകെ ചെല്ലുന്നില്ല. ഇവരോട് മാത്രം പറയാനുള്ള കുറച്ച് രഹസ്യങ്ങളാണ്. എന്തോ രഹസ്യങ്ങളോ, ഇവരുടെ കുടുംബം, അവരൊരു കുടുംബമാണല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പവിത്രയ്ക്കാണെങ്കിൽ ആകെ വല്ലാണ്ടങ്ങ് പേടിയാകാണ് കേട്ടോ. പവിത്രയാണെങ്കിൽ എന്റെ പൊന്നീശ്വരായി അച്ഛൻ എന്തൊക്കെയായിരിക്കും ഇനി വിളിച്ചു പറയുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഉണ്ടാകാത്ത കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഈ കിടന്ന് കാണിക്കുന്നത് ഓർത്തിട്ടാ ഈ തള്ള കാരണം മനുഷ്യൻ ഈ പച്ച കള്ളമൊക്കെ ഇവിടെ പറഞ്ഞതും. ഇതിപ്പം വലിയ തലവേദന എനിക്ക് തന്നെ ആവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അരുണാണെങ്കിൽ പവിത്രയോട് പതുക്കെ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛന്റെ ഉദ്ദേശം എന്താ, നിന്റെ അച്ഛൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഉദ്ദേശം വല്ലതും നിനക്കറിയാമോ, നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അരുണേട്ടാ, എനിക്കൊന്നും അറിയില്ല, എന്താ പറയാനുള്ളതൊന്നും. ഏതായാലും വരുന്നത് വഴിക്ക് വെച്ച് കാണാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക, എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ പറഞ്ഞ് അരുണും ഇങ്ങനെ ഇരിക്കാം. അരുണും കുട്ടി ഉണ്ടാകുന്നതിന്റെ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് പവിത്രയുടെ അച്ഛനെ ഇപ്പം വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. പവിത്രയുടെ അച്ഛനെ ഇന്ദിവരം തറവാട്ടിൽ കയറ്റാൻ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഇപ്പം കയറ്റിയല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം പവിത്രയുടെ അച്ഛനെ വീട്ടിൽ കയറ്റിയത് കേട്ടോ. അപ്പൊ ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവിത്രയുടെ അച്ഛൻ സംസാരിക്കുകയാണ് അരുണിന്റെ അച്ഛനോടും അമ്മയോടും, മോഹിനിയോടും മോഹിനിയുടെ ഭർത്താവിനോടും. അപ്പൊ മോഹിനി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നമ്മളെല്ലാം ഒരു കുടുംബമാണ്, എന്റെ മോളും അതുപോലെ തന്നെ അരുണും ഇപ്പം ദേ ഈ നിൽക്കുന്ന മോഹിനിയും മോഹിനിയുടെ ഭർത്താവും നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. പിന്നെ എനിക്ക് ഉള്ള ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തില് ഈ കുഞ്ഞ് പിറക്കണം. ഈ കുടുംബത്തിന്റെ അവകാശി തന്നെയാണല്ലോ ഈ കുഞ്ഞ്, അല്ല വേറൊരു അവകാശികളും ഈ കുടുംബത്തിന് ഇല്ലല്ലോ ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പം പുറത്തുനിന്ന് വന്ന് കയറിയ വല്ല കുട്ടികൾക്കും അവകാശം കൊടുക്കാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ പ്രസവിപ്പിക്കാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല അവര് എന്റെ വീട്ടിലേക്ക് വന്നോട്ടെ, അവിടെ ആ കുഞ്ഞിനെ പ്രസവിച്ചോട്ടെ, അല്ലാതെ ഒരു അനാഥ കൊച്ചിനെ എടുത്ത് വളർത്തുന്ന എന്റെ കുഞ്ഞ് പ്രസവിക്കേണ്ട, എന്റെ കൊച്ചുമോൻ അല്ലെങ്കിൽ കൊച്ചുമോള് വളരണ്ട എന്നുള്ള രീതിയിലാട്ടോ സംസാരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹിനി പറയുന്നുണ്ട്, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും എടുത്തു വളർത്തിയ കൊച്ചിനെ പോലെ ആവില്ലല്ലോ സ്വന്തം രക്തത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ്, എടുത്തു വളർത്തിയ കുഞ്ഞെന്നും എടുത്തു വളർത്തിയ കുഞ്ഞ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ കൊച്ചിന്റെ പേരിൽ, അതായത് ഇനി ഉണ്ടാകുന്ന കുഞ്ഞിന്റെ പേരിൽ ഇന്ദിവരം തറവാട്ടിന്റെ സ്വത്ത് എഴുതി വെക്കണമെന്നും അങ്ങനെ കുറെ ഡിമാൻഡുകളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വായി തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതിന് മോഹിനി നിന്ന് തുള്ളുന്നുണ്ട്. മോഹിനി ആണെങ്കിൽ ഇപ്പം പവിത്രയുടെ അച്ഛന്റെ കൂടെ നിന്ന് അവര് പറയുന്നതാണ് ശരി, അതാണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ പവിത്രയ്ക്കും അരുണിനും വേണ്ടി മാത്രമല്ല മോഹിനിക്കും കൂടെ വേണ്ടി തന്നെയാണ്. അധികാരമെല്ലാം മോഹിനിയുടെ കയ്യിലാകണം, തന്റെ മകനിൽ അധികാരമെല്ലാം വരണം. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് മോഹിനി അങ്ങനെയൊക്കെ നിന്ന് ചാടുന്നത്. ഏതായാലും മോഹിനിയുടെ ചാട്ടം ഉടനെ തന്നെ തീർന്നോളും.
മോഹിനിയുടെ ചാട്ടം തീരാനുള്ളത് നമ്മുടെ പവിത്ര കൊടുത്തോളും. കാരണം പവിത്രയുടെ വയറ്റിൽ കുഞ്ഞില്ലാന്ന് അറിയുമ്പോഴത്തേക്കും ഈ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന സ്വപ്നങ്ങളെല്ലാം മോഹിനിയുടെ ഒരൊറ്റ ദിവസം കൊണ്ട് ഉടഞ്ഞു പോകുമല്ലോ. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗൗരിമോളും നന്ദയും അതുപോലെ പിങ്കിയും പിങ്കിയും ഗൗതമും അതുപോലെ തന്നെ നമ്മുടെ നന്ദുമോനും കൂടി നിന്ന് സംസാരിക്കുന്ന കുറച്ച് സീനുകളാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കിനെ ഗൗതം അവിടെ നിന്ന് കൊണ്ടുവരുവാണ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നന്ദയോട് കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഒരുമാതിരി വൃത്തികെട്ട ഭാഷയിലൊക്കെയാണ് ഗൗതം സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിർമ്മലിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ നിർമ്മലിനെ കുറിച്ച് ഇത്രമാത്രം രീതിയിൽ സംസാരിക്കുന്നു. അതുപോലെ പിങ്കിയും പറയുന്നുണ്ട് നിർമ്മല കൂട്ടത്തില് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് തോന്നത്തുള്ളൂ. അന്യൊരു പുരുഷൻ വീട്ടിൽ കയറി വന്നാൽ എന്താണ് വിചാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദയ്ക്ക് പെട്ടെന്ന് നിർമ്മലിനോട് ചെറിയ ദേഷ്യമൊക്കെ വരികയാണ്. കാരണം വേറൊന്നും കൊണ്ടും അല്ല നിർമ്മലിനോട് ദേഷ്യം വരുന്നത്. നിർമ്മല് ഈ വീട്ടിൽ കയറി വരുന്നത് കൊണ്ടാണല്ലോ തന്നെ എല്ലാവരും ആ ഒരു തരത്തിൽ കാണുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മുടെ നിർമ്മലിന്റെ തലയ്ക്ക് മണ്ടയിലാണ് അടുത്തതായിട്ട് നന്ദ കയറാൻ പോകുന്നത്. അങ്ങനെ നന്ദ ഗൗരിയുമായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. നന്ദ ഗൗരിയുമായിട്ട് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ നിർമ്മൽ അവിടെ വരികയാണ്. അപ്പൊ നിർമ്മലിനെ കണ്ട ഉടനെ തന്നെ ഇത് എങ്ങോട്ട് പോയേക്കായിരുന്നു അമ്മയും മോളും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിർമ്മലെ വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും നിർമ്മല എന്താ ഇപ്പൊ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ത് ചോദ്യം എന്താ ചോദിക്കുന്നത്, ഞാൻ എന്താ ഇവിടെയെന്നോ, അല്ല നിർമ്മല ഞങ്ങളുടെ ആരാ, നിർമ്മല എന്റെ ആരാ, എന്റെ മോളുടെ ആരാ, ആരും അല്ലല്ലോ, എനിക്കൊരു ബന്ധുവില്ല, ഒരു ബന്ധവും ഇല്ല. എനിക്ക് ഈ ലോകത്തിൽ ഇപ്പം ആകെയുള്ള ബന്ധു എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന എന്റെ കുഞ്ഞു മാത്രമാണ്. പിന്നെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛനാണെന്ന് അറിയാലോ. ആ ഒരു ബന്ധു അല്ലാതെ വേറെ ആരുമില്ല. എന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ ദൈവം എനിക്ക് തന്നൊരു ബന്ധു എന്ന് പറയുന്നത് എനിക്കിപ്പോ ഇനി എന്റെ ഗൗരിമോള് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുമായിട്ടൊരു ബന്ധവും സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ദയവേത് ഞാനൊരു കാര്യം പറയാം, ഇനി മുതൽ നിർമ്മൽ ഇങ്ങോട്ട് വരരുത്. നിർമ്മൽ ഇങ്ങോട്ട് വരുന്നത് അത് എന്റെ ഭാവിക്കും എന്റെ കുഞ്ഞിന്റെ ഭാവിക്കും ഒക്കെ ദോഷമാണ്. അതുകൊണ്ട് ദയവേത് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർമ്മല ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ പെട്ടെന്ന് നന്ദയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗരിമോള് പറയാ, അമ്മയുടെ തലയ്ക്ക് വട്ട, അല്ലെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വട്ടിളകും. ഇതുപോലെ തന്നെയാ നിർമ്മലങ്കിളെ, ദേ ആ നന്ദുമോന്റെ അച്ഛനും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വട്ടളകാറുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗരിമോള് സംസാരിക്കുമ്പോഴത്തേക്കും ഗൗരിമോളോട് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, നിന്നോട് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചോദിച്ചോ, ഒന്നും ചോദിച്ചില്ലല്ലോ, നീ മിണ്ടാതിരുന്നാ മതി, അല്ലെങ്കിൽ അവക്ക് ചെറിയ വായിൽ വർത്തമാനം പറച്ചിൽ കൂടുതലാണ്, ഒരു കുട്ടീനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ദേ ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നാണോ നിന്റെ വിചാരം, പേരൻസിനെ അങ്ങനെ തപ്പി കണ്ടുപിടിക്കാന്നാണോ നീ ഓർത്തിരിക്കുന്നത്, നിനക്ക് എന്ത് വിവരമുണ്ട്, നീ ക്ലാസ്സിലെ വലിയ ടോപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിനക്ക് ഒരു വിവരവും ബോധവും ഇല്ല, മര്യാദയ്ക്ക് കയറി പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിർമ്മലിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാം. നിർമ്മൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാട്ടോ അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ നന്ദുമോനെ ഗൗതം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗൗതം ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ നിന്റെ അച്ഛനെയും അമ്മയും തേടി പോയത്, നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, അത് കഴിയില്ലാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെ മോനങ്ങ് മനസ്സിൽ സങ്കല്പിച്ചാൽ മതിയല്ലോ. മോന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ദേ ഈ കൺമുമ്പിൽ നിൽപ്പുണ്ടല്ലോ, ഈ ഗൗതം പപ്പയും അതുപോലെ പിങ്കി അമ്മയും അല്ലേ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും. ദേ അങ്ങനെ മാത്രമേ മോൻ ഇനി കരുതാവുള്ളൂ. ഇനി ഒരിക്കലും മോന്റെ അച്ഛനും അമ്മയും തേടി പോവില്ല എന്ന് വാക്കുതാ, അച്ഛനും അമ്മയ്ക്കും വാക്കുതാ, അമ്മയ്ക്കും പപ്പയ്ക്കും വാക്കുതാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ കുട്ടി വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും തേടി പോവില്ല, എൻ്റെ യഥാർത്ഥ അച്ഛൻ എൻ്റെ പപ്പയും എൻ്റെ യഥാർത്ഥ അമ്മ എൻ്റെ പിങ്കി അമ്മയും ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗൗതമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടി. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ, എല്ലാവരും കാണണേ. അപ്പം ഇന്നത്തെ വിശേഷം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇന്നത്തെ വിശേഷം നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കാം. ഇന്ന് കുട്ടീനെ അന്വേഷിച്ച് നടക്കുന്ന ആ രണ്ട് കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത്. ഇന്നത്തെ സീനുകൾ ഫുള്ള് അത് മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു അമ്പലത്തിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ആ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയവരിൽ നിന്ന് നമ്മുടെ ഗൗതമിന്റെ പോലീസ് ടീമുകളും ചെന്ന് രക്ഷിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രധാന സീൻ എന്ന് പറയുന്നത്. പിന്നെ പവിത്രേനെ കാണാൻ വരുന്ന പവിത്രയുടെ അച്ഛൻ, അത് ലാസ്റ്റ് സീനാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.